പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണീയത്തിലെ ഭക്തിപ്രാർത്ഥന എന്ന മൂന്നാമത്തെ ദശകത്തിലെ 5-ാമത്തെ ശ്ലോകമാകുന്നു. നിങ്ങളാദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. ഭവദ്ഭക്തിസ്ഫീരാ ഭവതു മമ സൈവ പ്രശമയേത് അശേഷക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹഗണിക ന ചേദ്വ്യാസസ്യോക്തിഃ തവ ച വചനം നൈകമവചോ ഭവേന്മിഥ്യാ രഥ്യാ പുരുഷവചനപ്രായമഖിലം. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ഭവദ്ഭക്തി സ്ഫീത ഭവതു മമ സാ ഏവ പ്രശമയേത് അശേഷക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹകണിക ന ചേത് വ്യാസസോക്തിഃ തവ ച വചനം നൈഗമവചഃ ഭവേത് മിഥ്യാ രഥ്യാപുരുഷ വചനപ്രായം അഖിലം. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. മമ ഭവദ്ഭക്തി സ്ഫീത ഭവതു സാ ഏവ അശേഷക്ലേശൗഘം പ്രശമയേത് ഹൃദി സ്നേഹഗണിക ന ഖലു ന ചേത് വ്യാസസ്യ ഉക്തിഃ തവ വചനം നൈഗമവചഃ ച അഖിലം രഥ്യാപുരുഷ വചനപ്രായം മിഥ്യ ഭവേത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുക. ശുഗനാരദാദി മുനികൾക്കെന്ന പോലെ തനിക്കും ഗുരുവായൂരപ്പനുള്ള ഭക്തി വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നാരായണ ഭട്ടപാദൻ വിവരിക്കുന്നത്. അല്ലയോ ഗുരുവായൂരപ്പ, എനിക്ക് അങ്ങേലുള്ള അടിയുറച്ച ഭക്തി വർദ്ധിപ്പിച്ചു തരണമേ. ആ ഭക്തി എന്നിലുള്ള എല്ലാ ക്ലേശങ്ങളെയും ദുരിതങ്ങളെയും രോഗങ്ങളെയും എല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന അടിയുറച്ച വിശ്വാസം എനിക്കുണ്ട്. അതിൽ എനിക്ക് അശേഷം സംശയമില്ല തന്നെ. അല്ലെങ്കിൽ വ്യാസവചനങ്ങളും വേദാന്ത വചനങ്ങളും അങ്ങയുടെ ഗീതാദികളായ വാക്യങ്ങളും തെരുവിൽ അലഞ്ഞു നടക്കുന്നവരുടെ വാക്കുകൾ പോലെ അസത്യമാണെന്ന് വരുമല്ലോ. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരാംശം. നമസ്തേ.